ഇതുവരെയിലേക്ക് വിശദമായി കേരള കോൺഗ്രസ് എം മുന്നണി മാറുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. വെറുതെ സൃഷ്ടിച്ച വാർത്തയാണെന്നും ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാമിനൊപ്പം ജോസ് കെ മാണിയും പ്രതീക്ഷിക്കുന്നു. ബൽറാം, ഈ അഭ്യൂഹങ്ങൾ അതിനെല്ലാം തള്ളുകയാണോ ജോസ് കെ മാണി? തീർച്ചയായും ഗോകുൽ, നമുക്കൊപ്പം ഇപ്പോൾ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP തന്നെ ചേരുകയാണ്. കേരള കോൺഗ്രസ് UDF-ഉമായി ചർച്ച നടത്തിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത പൂർണ്ണമായും വ്യാജ വാർത്തയാണ് എന്ന് വളരെ കൃത്യതയോടുകൂടി ഞാൻ വ്യക്തമാക്കിയാണ്. അതുമാത്രമല്ല, നമുക്ക് കാണാൻ അന്തരീക്ഷത്തിൽ നിന്നൊരു വാർത്ത ഉണ്ടാക്കിയത് അത് സത്യവിരുദ്ധമാണ്. അറിയാം, കഴിഞ്ഞ 60 വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തെ നയിച്ച, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ പാർട്ടി മുന്നണി മാറുന്നു എന്ന് പറയുന്നത് സാധാരണ ഒരു വാർത്തയല്ല, വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ്. ആ വാർത്ത സാധാരണ രീതിയിൽ ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇതിനെ സ്ഥിരീകരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലപാടും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എടുത്തിട്ടില്ല. എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായി ഒന്ന് പറയേണ്ടതല്ലേ? വെറുതെ പറഞ്ഞാൽ മതിയോ? അപ്പോൾ ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട പരസ്യമായോ രഹസ്യമായോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി LDF-ൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതുമാത്രമല്ല, നമുക്ക് കാണുവാൻ കഴിഞ്ഞത്, അത് പലപ്പോഴും പറയുന്നത് കേരള കോൺഗ്രസ് മുന്നണി മാറുന്നു. എത്ര പ്രാവശ്യം കേരള കോൺഗ്രസ്, മാണി സാർ എത്ര പ്രാവശ്യം മുന്നണി മാറിയിട്ടുണ്ട്? വേറെ പലരും മാറിക്കാണും. മാണി സാറ് കഴിഞ്ഞ 40 വർഷക്കാലമായി അത് UDF-നെ ഒപ്പം ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ആ മുന്നണി ഞങ്ങൾ മാറിയതാണോ ഇപ്പോൾ വന്നിരിക്കുന്നതല്ലോ? അതും ആ രീതിയിലൊരു പ്രചരണം നടത്തുകയാണ്. നമ്മളെ കൃത്യമായി ഞാൻ പറയട്ടെ, ഡേറ്റ് വരെ പറയാൻ, 2020 ജൂൺ മാസം 29-ാം തീയതി UDF-ൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ ഇനി തുടരാൻ അർഹതയില്ല കേരള കോൺഗ്രസ്സിന്, ജോസ് കെ മാണി വിഭാഗത്തിന്, ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ പുറത്താക്കിയതല്ലേ? അപ്പോൾ അങ്ങനെ മുന്നണി മാറിയതുമല്ല. അപ്പോൾ കേരള കോൺഗ്രസ് പൂർണ്ണമായും അത് LDF-നോടൊപ്പമാണ്, സംതൃപ്തരാണ്. ഇത്തരം റിപ്പോർട്ടുകൾക്ക് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ട് എന്നാണ്? അജണ്ട ഉണ്ടോ എന്ന്, പക്ഷേ UDF-ന് ബലം കൊടുക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ വാർത്തകൾ പൂർണ്ണമായും തള്ളുകയാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. അത്തരത്തിൽ യാതൊരു ചർച്ചകളും UDF-ഉമായി പാർട്ടി നടത്തിയിട്ടില്ല. കൂടാതെ ഇപ്പോൾ LDF-ൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. LDF-ൽ പൂർണ്ണമായും സംതൃപ്തരാണ് കേരള കോൺഗ്രസ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ UDF-ൽ നിന്നും പാർട്ടി പുറത്തു വന്നതല്ല, മറിച്ച് UDF-ആണ് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇനി തിരിച്ചു പോയി ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ആർക്കെങ്കിലും UDF അല്ലെങ്കിൽ BJP-യോ ആരെങ്കിലും ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എം അവരിലേക്ക് വരും എന്ന് ക്ഷണിക്കുന്നുണ്ട് എങ്കിൽ അവർ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ അത്തരത്തിലുള്ള യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല. വന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഗൂഗിൾ ബൽറാമാണ് ഡൽഹിയിൽ നിന്ന് ജോസ് കെ മാണിക്കൊപ്പം ചേർന്നത്. ഈ UDF-ലേക്ക് തിരികെ പോകുന്നു എന്ന വാർത്തകളെ അപ്പാടെ നിഷേധിക്കുകയാണ് ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എം ചെയർമാൻ. കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ UDF നേതൃത്വം നിഷേധിച്ചിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, ഇരുകൂട്ടരും ഈ ചർച്ചകൾ അല്ലെങ്കിൽ തിരിച്ചുവരവ്, മടങ്ങിപ്പോക്ക് ഇതെല്ലാം നിഷേധിക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു എന്ന് ആകാംക്ഷ വരുന്നു? പ്രത്യേകിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കൂടുതൽ സീറ്റുകൾ, കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കുവാൻ അവകാശവാദം ഉന്നയിക്കുമെന്ന് കേരള കോൺഗ്രസ് എം നേരത്തെ പറഞ്ഞതാണ്. അവരുടെ രാഷ്ട്രീയ യോഗങ്ങളിൽ, ഉന്നത അധികാര യോഗങ്ങളിലൊക്കെ അവർ അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് പോയതുമാണ്. ഒരു സമ്മർദ്ദ ശക്തിയായി മാറുവാനുള്ള ഒരു നീക്കമാണോ ഇത്? എന്തായാലും ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ കൂടി വ്യക്തത പറയേണ്ടത് ജോസ് കെ മാണി അടക്കമുള്ളവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ കൂടുതൽ ശക്തമാക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റ് ചോദിച്ച് വാങ്ങാനും LDFിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കാനും കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഇന്ന് പുറത്തു വന്ന വാർത്തകളും അഭ്യൂഹങ്ങളും എന്ന് പറയുന്നത് UDFുമായി ചില ചർച്ചകൾ നടന്നു, സഭാ നേതൃത്വം അടക്കം ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും LDF നേതാക്കൾ കേരള കോൺഗ്രസ് എം നേതാക്കൾ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്ന് പറയേണ്ട ബാധ്യത കൂടി UDF നേതാക്കൾക്കുണ്ട് എന്നാണ് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഉള്ള കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ അവരുടെ നിലപാട് അല്പം മയപ്പെടുത്തിയിരുന്നു. അതായത് നേരത്തെ കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മളോട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവഞ്ചൂർ തന്നെ പറഞ്ഞത് സമയമാകുമ്പോൾ പ്രതികരിക്കാമെന്നുള്ള തരത്തിലേക്ക് ആ ഒരു നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നത്. എന്തായാലും ജോസ് കെ മാണി പറഞ്ഞതുപോലെ കൂടുതൽ ശക്തമായി പാർട്ടി മാറിയ ഒരു സാഹചര്യത്തിൽ BJPയും കോൺഗ്രസും UDFും എല്ലാം തങ്ങളെ ക്ഷണിക്കാനുള്ള അല്ലെങ്കിൽ കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആലോചന അവർക്കുണ്ടായി കാണാം. അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്നാകാം വിചാരിക്കുന്നത് എന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംശയിക്കാനേ ഇപ്പോൾ വഴിയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ LDFിനൊപ്പം ഉറച്ചു നിൽക്കുന്ന, അതായത് LDFുമായുള്ളത് ദൃഢമായ ബന്ധമാണ്, ആ LDFിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം നേതൃത്വം പറയുമ്പോൾ മറ്റ് നിലപാടുകൾ, മറ്റ് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിനപ്പുറം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് അണികൾക്കിടയിലുള്ള ചില അതൃപ്തികളാണ്. LDF സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ചില എതിർപ്പുകൾ ചില അണികൾ താഴെത്തട്ടിൽ ചില പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വന്ന വിവരങ്ങളാണോ ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രചരിക്കുന്നതിന് കാരണമായത് എന്നുള്ള സംശയം നേതൃത്വത്തിനുണ്ട്. അക്കാര്യങ്ങളും പരിശോധിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ നിലപാടുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ LDFിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. തങ്ങളെ പുറത്താക്കിയത് കോൺഗ്രസ് UDF ആണ്. അതുകൊണ്ട് തന്നെ അവരാണ് നിലപാട് തിരുത്തേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് എം പറയുന്നത്. ഉടനെ അടുത്ത കാലത്തൊന്നും സമീപ ഭാവിയിലൊന്നും തന്നെ കേരള കോൺഗ്രസ് എന്തായാലും മറിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും കേരള കോൺഗ്രസുകളുടെ കാര്യമാണ്. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ കൂറുമാറ്റവും മുന്നണി മാറ്റവും ഒന്നും അത്ര പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുക എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചയാകുന്നത്. തീർച്ചയായും ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് ഉയർന്നത്. ഇനി ബൽറാമിലേക്ക് ഒരിക്കൽ കൂടി. ബൽറാം, ഈ വാർത്തകളെ അല്ലെങ്കിൽ പ്രചരിച്ച റിപ്പോർട്ടുകളെ എല്ലാം തള്ളിക്കളയുമ്പോൾ പോലും സംഘടനാപരമായി കേരള കോൺഗ്രസ് എം ശക്തി പ്രാപിച്ചു. അതുകൊണ്ടാവാം ഈ മുന്നണികൾ ഒരുപക്ഷെ തങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി വെച്ചോളാൻ പറയുമ്പോൾ പോലും തങ്ങളുടെ ശക്തി അറിയിക്കുക, അല്ലെങ്കിൽ തങ്ങൾ സംഘടനാപരമായി ശക്തരായി, അല്ലെങ്കിൽ തങ്ങളൊരു സമ്മർദ്ദ ശക്തിയാണ് എന്ന് സൂചിപ്പിക്കുക എന്നത് ഈ കേരള കോൺഗ്രസ് എം നേതാക്കളുടെ മനസ്സിലുണ്ടോ? ഗോകുൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് തന്നെയാണ്. പാർട്ടി വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നത്. UDFോ BJPയോ എല്ലാം തന്നെ അവർ ക്ഷണിക്കാനുള്ള കാരണവും അതുതന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ യാതൊരു ചിന്തയും നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നുമില്ല. യാതൊരു തരത്തിലുള്ള ചർച്ചകളും മറ്റ് പാർട്ടികളോ UDFോ ആയി നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വന്നത് പൂർണ്ണമായും തള്ളുന്നു. അത് വ്യാജ വാർത്തകളാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ അത് ഏത് തരത്തിൽ ആരിൽ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് എവിടെ നിന്ന്, ആര്, എന്ത് എന്ന് ഒന്നുമില്ലാത്ത കേരള കോൺഗ്രസ് UDFുമായി ചർച്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. അത്തരത്തിൽ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. കൂടാതെ നിലവിലുള്ള വ്യവസ്ഥയിൽ LDFിനോടൊപ്പം പൂർണ്ണ തൃപ്തി തങ്ങൾക്കുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. UDFിൽ നിന്നും തങ്ങൾ ഇറങ്ങിപ്പോന്നതല്ല, മറിച്ച് UDF തന്നെ ഔദ്യോഗികമായി പുറത്താക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീടുണ്ടായ സാഹചര്യത്തിൽ LDFിനോടൊപ്പം ചേരുന്ന സാഹചര്യം ഉണ്ടായത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി അടിത്തറ ശക്തമായ ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും മറ്റു പാർട്ടികൾ, മറ്റ് മുന്നണികൾ തങ്ങളെ ക്ഷണിക്കുന്നത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, ഗൂഗിൾ. ബൽറാം നെടുങ്ങാടിയും ടോബി ജോൺസണുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും LDF വിട്ട് UDFിലേക്കില്ല ഈ ഘട്ടത്തിൽ എന്ന് ഉറപ്പിച്ച് പറയുന്നു.
കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി. ഇന്നിതുവരെ തുടരുന്നു. തിരുവനന്തപുരം മംഗലപുരത്ത് CPIM ഏരിയ സമ്മേളനത്തിൽ പൊട്ടിത്തെറി. സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയത്. M ജലീലാണ് പുതിയ ഏരിയ സെക്രട്ടറി. വിവരങ്ങളുമായി R ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഇറങ്ങിപ്പോക്കിന് ശേഷം മധു മുല്ലശ്ശേരിയുടെ പ്രതികരണം എന്തെങ്കിലും വരുന്നുണ്ടോ? ഗൂഗിൾ മധു മുല്ലശ്ശേരിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളത് അവിടേക്ക് നൽകിയിട്ടുമുണ്ട്. മധു മുല്ലശ്ശേരി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വി ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തോളം തനിക്ക് ഏരിയ സെക്രട്ടറിയായി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന്, അതുകൊണ്ടാണ് താൻ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നാണ് മധു മുല്ലശ്ശേരി നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ജില്ലാ സെക്രട്ടറി വി ജോയിൽ നിന്ന് തനിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. പലതവണ അത് നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി, എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നതാണ് മധു മുല്ലശ്ശേരിയുടെ വിശദീകരണം. എന്നാൽ പാർട്ടി നേതൃത്വം പറയുന്നത് മറ്റൊന്നാണ്. ഇന്നലെയും ഇന്നുമായി നടന്നു വന്ന മംഗലപുരം ഏരിയ സമ്മേളനത്തിൻ്റെ സെക്രട്ടറി തിരഞ്ഞെടുപ്പും പുതിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു. അതിനായി രാവിലെ സംസ്ഥാന കമ്മിറ്റിയുടെ നിരീക്ഷകരായി എത്തിയ നേതാക്കളടക്കമുള്ളവർ യോഗം ചേർന്നു. അപ്പോൾ മധു മുല്ലശ്ശേരി ഇപ്പോൾ 6 കൊല്ലം പൂർത്തിയായ സെക്രട്ടറി പദത്തിൽ 6 കൊല്ലം പൂർത്തിയായാലാണ് മധു മുല്ലശ്ശേരി ഒഴിവാക്കി പകരം M ജലീലിനെ സെക്രട്ടറിയാക്കാൻ നിർദ്ദേശം വന്നു. ഭൂരിപക്ഷം ഏരിയ കമ്മിറ്റി അംഗങ്ങളും അതിനെ പിന്തുണച്ചു. ഇതോടെയാണ് മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. എന്തായാലും M ജലീലിനെ പുതിയ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നാണ് മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത്. ആ ഇറങ്ങിപ്പോക്ക് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ലയിലെ വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തിരുവല്ല ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നു. അതേസമയം CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലെ സമ്മേളനത്തിലും മത്സരം നടന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റിയും ഒക്കെ പൂർത്തിയായോ? ഈ തിരുവല്ലയിലെ സമ്മേളനങ്ങളെ സംബന്ധിച്ച് എന്താണ് ഈ മുതിർന്ന നേതാക്കളുടെ യോഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ? ഗോകുൽ, അല്പസമയം മുൻപാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഏതാണ്ട് പൂർത്തിയായത്. ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ ഫോർമുലയുടെ ഒരു പ്രത്യേക വിശദാംശങ്ങൾ അല്പസമയത്തിനകം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ഉടൻ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും ഏതാണ്ട് 1.5 മണിക്കൂറായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തുടരുകയായിരുന്നു. അവരെ മുകളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ അവരോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയ ആ ഒരു ഫോർമുല ഏരിയ കമ്മിറ്റി അംഗങ്ങളോട് വിശദീകരിക്കും. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ടൗൺ നോർത്ത്, തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊച്ചുമോൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും തന്നെ ഉണ്ട്. ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ കൂടി ഈ യോഗത്തിലേക്ക് വിളിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നിട്ട് കൃത്യമായ രീതിയിൽ ഇതാണ് പാർട്ടി തീരുമാനമെന്ന് അറിയിക്കുമെന്ന് മാത്രമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു സമവായ ചർച്ച എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ പരിഹരിക്കണം. അത് സമ്മേളനം നടത്തി. ഇനിയിപ്പോൾ സമ്മേളനത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കാനില്ല. ആ സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. ആ തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, അത് മറ്റൊരു സ്ഥലത്ത് വെച്ച് ആ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുക എന്നൊരു ഫോർമുലയായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അത് അംഗീകരിച്ചില്ല എങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനല്ലോ, തിരുവല്ല നോർത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുക. എന്നിട്ട് 11-ന് ശേഷം 11-നാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. തിരുവല്ല നോർത്ത് ലോക്കൽ സമ്മേളനം നടക്കാത്തതിനാൽ ഏരിയ സമ്മേളനം എങ്ങനെ നടത്തുമെന്നൊരു ആശങ്ക നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുക എന്നൊരു മറ്റൊരു ഫോർമുല കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരു അഡ്ഹോക് കമ്മിറ്റിയായി മാറും. അതിനുശേഷം അവിടെ നിന്ന് ഏതാണ്ട് ചെറിയ പ്രതിനിധികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഏരിയ സമ്മേളനം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് സമ്മേളന പ്രതിനിധികളൊന്നും തന്നെ ഉണ്ടാകില്ല ഏരിയ സമ്മേളനത്തിലേക്ക്. എന്തായാലും കർശനമായ നടപടി ഉണ്ടാകും. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൽ വലിയ അതൃപ്തി ഈ ഒരു ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്, MV ഗോവിന്ദനുണ്ട്. ഈ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ പീഡനക്കേസ് പ്രതിയായിരുന്ന CC സജിമോനെ തിരിച്ചെടുത്തുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പാർട്ടിയിലെ വിഭാഗീയതയുമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ കുറിച്ച് മാത്രം ഏതാണ്ട് 1.5 പേജോളമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. മറുവിഭാഗം എതിർത്ത് ചോദിക്കുന്നുണ്ട്. അവർ
ചോദിക്കുന്നത് കേവലം ഇത് മാത്രമാണോ അവിടുത്തെ സംഘടനാ പ്രശ്നം? CC സജിമോനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണോ സംഘടനാ പ്രശ്നം? തിരുവല്ലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലേ? അവിടെ കൃത്യമായ രീതിയിൽ കൊച്ചു പ്രകാശ് ബാബു എന്നൊരു ഏരിയ കമ്മിറ്റി അംഗമുണ്ടായിരുന്നു, അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. അത് പണമിടപാടുമായി സംബന്ധിച്ച ആരോപണങ്ങളെ, അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചാണ് പുറത്താക്കിയത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ എഴുതി ഏതായാലും MP ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുകയാണ്. ശേഷം തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ വിളിപ്പിക്കും. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അറിയിക്കും. അത് അംഗീകരിക്കുമോ അതല്ല സംഘടനാ നടപടിയിലേക്ക് CPM പോകുമോ എന്നതാണ് അറിയേണ്ടത്. തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിഴുപ്പുറം, കള്ളക്കുറിച്ചി, തിരുവണ്ണാമലൈ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് ഒഴിഞ്ഞു പോയാലും മഴ തുടരുമെന്നതായിരുന്നു നേരത്തെയുള്ള മുന്നറിയിപ്പ്. അത് പ്രകാരമാണോ ഇപ്പോഴത്തെ ഈ അലർട്ടുകൾ വന്നിരിക്കുന്നത്? അതെ ഗോകുൽ പറഞ്ഞത് തന്നെയാണ്. ഈ ചുഴലിക്കാറ്റ് ഒഴിഞ്ഞു പോയാലും മഴ തുടരും. നാളെ വൈകിട്ട് വരെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അല്പം മുൻപ് കൂടി പുതുക്കിയ മുന്നറിയിപ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തമിഴ്നാട്ടിലെ എല്ലാ ഭാഗത്തു നിന്നും റെഡ് അലേർട്ട് മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ 3 ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ട് ഉണ്ട്. അത് വിഴുപ്പുറം, കള്ളക്കുറിച്ചി, തിരുവണ്ണാമലൈ ജില്ലകളിലാണ്. ഇതിൽ വിഴുപ്പുറം ജില്ലയിലാണ് മഴ അതിശക്തമായിട്ടുള്ളത്. റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ ദിവസം വിഴുപ്പുറത്തുണ്ടായത്. ഇപ്പോഴും അവിടെ റെഡ് അലേർട്ട് നൽകിയിരിക്കുകയാണ്. ഇത് പ്രധാനമായിട്ടും ഈ വെള്ളം ഇറങ്ങാത്ത ഒരു പ്രശ്നം വിഴുപ്പുറത്ത് നിലവിലുണ്ട്. വിഴുപ്പുറത്ത് ജനജീവിതത്തിനെ ഈ മഴ ബാധിച്ചതിനപ്പുറം കൃഷിയെയും മറ്റുമൊക്കെയാണ് മഴ ബാധിച്ചിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ വിഴുപ്പുറത്ത് വീണ്ടും റെഡ് അലേർട്ട് ആകുന്നുണ്ട്. കള്ളക്കുറിച്ചിയിലും ഒപ്പം തന്നെ തിരുവണ്ണാമലയിലും ഒക്കെ റെഡ് അലേർട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം ഈ കാറ്റിൻ്റെ സഞ്ചാരം അനുസരിച്ച് ഇനി റെഡ് അലേർട്ട് വരേണ്ട പ്രദേശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മഴ ലഭിക്കേണ്ട പ്രദേശം, ജില്ലകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടേക്ക് റെഡ് അലേർട്ട് എത്തിയിരിക്കുന്നു. ചെന്നൈയിൽ ഓറഞ്ച് അലേർട്ടാണ്. നിലവിൽ ചെന്നൈയുടെ ഒരു ഭാഗത്തും മഴയില്ല. ഒരു വൈകിട്ടൊരു 4 മണിയോടുകൂടി ചെറിയ രീതിയിൽ മഴ ചാറിയിരുന്നു. ശേഷം മഴ പൂർണ്ണമായിട്ടും ചെന്നൈയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നിലവിൽ ചെന്നൈയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. മറിച്ച് ഈ വിഴുപ്പുറത്താണ് ഇത്രയും മഴ രൂക്ഷമായിട്ട് നിൽക്കുന്നത്. അവിടെ വെള്ളം ഇറങ്ങാത്ത പ്രശ്നം ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ അതിശക്തമായ മഴ രാത്രി പെയ്യുകയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. നിലവിൽ ഏതാണ്ട് എല്ലാ പ്രദേശത്തുള്ളവരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല. ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ഗോകുൽ. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ നിന്ന്. സംസ്ഥാനത്തും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നാളെ 4 ജില്ലകളിലാണ് റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. AV ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, മുന്നറിയിപ്പുകൾ എങ്ങനെ, മുൻകരുതൽ നിർദ്ദേശം എങ്ങനെ? ഗോകുൽ, സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ വയനാട് ജില്ലയടക്കം 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് ആണ് ഉണ്ടാവുക. എന്തായാലും സംസ്ഥാനത്ത് വലിയ തോതിലുള്ള മഴയുണ്ടാകും. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. ആദ്യം 4 ജില്ലകളായിരുന്നു. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട ജില്ലയിലും ഓറഞ്ച് അലർട്ട് ആക്കി. ഈ ജില്ലയിലും വലിയ തോതിലുള്ള മഴയുണ്ടാകും. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കൃത്യമായി പൊതുജനങ്ങൾ, കാലാവസ്ഥാ വകുപ്പും സർക്കാർ സംവിധാനങ്ങളും നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് ഇതിനോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെയാണ് സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 4 ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇത് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത എന്നാണ് നിലവിൽ ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ്. ഇന്ന് ഇതുവരെ തുടരുന്നു. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇതോടെ ഇന്ന് ഇതുവരെ പൂർണ്ണമാകുന്നു.